ഈ മജ്‌ലിസിന്റെ ഏറ്റവും വലിയ ഫള് നാളെ വായിക്കാം. നാളെയും കേട്ടോ. അല്ലാഹു റാഹത്തിന് കേട്ടോ. ആമീൻ. തങ്ങളിപ്പോ ജമീല, ഞാൻ കൊടക്കാട് വന്നിരുന്നു, കള്ളൂടി മാറി. തങ്ങളിപ്പോ തക്ബീർ ചൊല്ലിയില്ല, പിന്നെ കള്ളൂടി തുടങ്ങി. ഞാൻ എന്താ ചെയ്യാ? ഫളില് നിങ്ങള് ഇപ്പൊ ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചു, ഗർഭിണിയായിരുന്നു, 5 മാസാണ്. ഫളില് ഇപ്പോ പിന്നെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ ബ്ലീഡിങ് ഉണ്ട്. സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ ഒരു നിഅമത്ത് റബ്ബ് തന്ന ഉടനെ വന്ന് പറയണം, ഉടനെ കഴുത്തന്നെ ധറുക്കുവാപ്പാ, ഉടയോ തുണയില്ലേ നമുക്ക് വാപ്പാ, നേരം കളയാതെ അറുക്കുവാപ്പാ, ഉടയോ തുണയില്ലേ നമുക്ക് വാപ്പാ. എന്താണൊരു ശബ്ദം, ഇടിയും കാറ്റും. യാഹുവേ റഹ്മത്ത് കെ തങ്ങളപ്പ, എന്റെ മകന് ഗൾഫിൽ പോയി, ജോലിയില്ല എന്ന് ഉപ്പാനോട് പറഞ്ഞു. പണി ശരിയായി, ശമ്പളം അയച്ചു, എത്തിമക്ക് നേർന്നു, പൈസ ഇന്ന് അയച്ചു കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഫളില് നാളെ വായിക്കാട്ടോ. എല്ലാവർക്കും ഫളില, ഞാൻ എന്താ ചെയ്യാ, എല്ലാവർക്കും ഫളില്. എന്നാൽ സ്വലാത്ത് അനുഗ്രഹമാണ്. 2 നേരം ഈ മജ്‌ലിസ് കേട്ടോ, അല്ലാഹു നിന്റെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരെ അല്ലാഹ് ഇറക്കി തരും. തങ്ങൾ പസുബാവി ഞാൻ ഇന്നലെ 2 മജ്‌ലിസിൽ ചേർത്തു, തക്ബീർ ചൊല്ലുന്ന അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നാൽ ഒരു ഫളില് ഞാൻ പറയാണ്, നിങ്ങൾക്കറിയോ, ഒരു പൊന്നുമോള് കാണാൻ വന്നിരുന്നു, ഒരു കുടുംബം കാണാൻ വന്നിരുന്നു. ഇവിടെ വന്നിട്ട് പറഞ്ഞു, വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്. കല്യാണം കഴിഞ്ഞു, 17 കൊല്ലമായി, മക്കളില്ല, വല്ലാത്ത വിഷമത്തിലാണ്. കുടുംബത്തില് മുറുമുറുപ്പാണ്, പ്രയാസമാണ്. തങ്ങളെ ഒരുപാട് മരുന്ന് കുടിച്ചു, അല്ല മക്കളെ തരുന്നില്ല. ആളുകൾ എന്നോട് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിനെ കുറിച്ച് പറഞ്ഞു. സ്വലാത്ത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആളുകളെ പറഞ്ഞതെന്ന് മേലെ കുടക്കാട് പോവാൻ. ഞാൻ തങ്ങൾ പാപ്പാന്റെ അടുത്ത് വന്ന് എന്റെ വിഷമങ്ങൾ പറഞ്ഞു. 2 ദിവസം 2 നേരം മുടങ്ങാതെ സ്വലാത്ത് ചൊല്ലാൻ എന്നോട് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് 17 കൊല്ലത്തിന് ശേഷം സന്തോഷം പറയാ, കുഞ്ഞുമോള് വീണ്ടും വന്നു, എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ച റെഡിയായി. യാ റബ്ബി സല്ലി അലന്നബി മുഹമ്മദി മുൻജിൽ ഖാലായിക് മിൻ ജഹന്നമ ഫീ അദി. സുബ്ഹാനല്ലാഹ്. 17 കൊല്ലം അങ്ങനെ ഇവിടെ വന്നു. അല്ലാഹുവോട് പറഞ്ഞു, പഠിച്ചോനെ, കൂടെ പറപ്പീങ്ങളാണ്, മക്കളെ കൊടുക്കല്ല, 17 കൊല്ലായി. അങ്ങനെ സഹോദരി ഒന്ന് കേൾപ്പിച്ചു കൊടുത്ത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വലാത്തുൽ ഫാത്തിഹ അത് വല്ലാത്തൊരു ബർക്കത്താ. അത് ചൊല്ലുന്ന വീട്ടിൽ അല്ലാഹു റഹ്മത്തിന്റെ മലക്കുകൾ നൽകി തരും. ഒരു താത്ത വന്നിട്ട് അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് അല്ലാഹു കൊടുക്കട്ടെ. എവിടെ വരുന്നമ്മ? പാലക്കാട്. എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നേ? 17 കൊല്ലമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹ ബർക്കത്ത് കൊണ്ട് ഗർഭിണിയാണ്. 17 വർഷത്തും ഗർഭിണിയാണ്. ഒരുപാട് ആകെ സാക്ഷിയാണ്. അല്ലാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. 17 വർഷത്തിന് ശേഷം സ്വലാത്തുൽ ഫാത്തിഹ ബർക്കത്ത് കൊണ്ട് ഗർഭിണി. ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ പവർ. സ്വലാത്തു വ തസ്ലീമു
وأزكى تحيتي على المصطفى المختار خير البرية يا صنم العيد الذي صفى حوله صناديد من وفد بعيد ومن قرب صلاة وتسليم وأزكى تحيتي على المصطفى المختار لخير البرية حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله تنكست مقلوبا فما ذاك كلنا فمن حزننا قد دارت العير بالصحب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية 17 കൊല്ലമാണ് മക്കളുണ്ടായിരുന്നില്ല. അത് 17 കൊല്ലത്തിന് ശേഷം വീട്ടിലെ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കാൻ തുടങ്ങി. ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു റഹ്മയായി അല്ലാഹുവേ ആ കുടുംബത്തിന് ബറക്കത്ത് നൽകണല്ലോ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. സ്വലാത്തു വതസ്ലീമു വഅസ്ഖാ തഹിയതി على المصطفى المختار خير البرية فإن كنت من ذنب أتينا فإننا نبوء بإقرار ونلوي عن الذنب صلاة وتسليم وأزكى تحيتي على المصطفى المختار لخير البرية. നാളെ ഫളിൽ പോരാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ. നാളെ ഇൻഷാ അല്ലാഹ് ഒരു പെണ്ണ് ഒളിച്ചോടാൻ തീരുമാനിച്ച് തുണിയും കുപ്പായൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇന്ന് പെണ്ണിന്റെ നിക്കാഹാണ്. ഇന്ന് പെണ്ണിന്റെ നാളെ പെണ്ണിന്റെ നിക്കാഹാണ്. അപ്പോ പെണ്ണ് ഒളിച്ചോടുന്നു പരക്കാട് പറഞ്ഞു. ഞാൻ ഒളിച്ചോടുകയാണായിരുന്നു. സുബ്ഹാനല്ലാഹ്, കണ്ണീരിലായി. അപ്പോ വേറെ ആരോ പറഞ്ഞു, രജ്ജ് പേടിച്ചൊന്നും വേണ്ട, ഇത് സ്വലാത്തുൽ ഫാത്തിഹയുടെ മജിലിസിലിരിക്കുക. പറ്റുകയാണെന്ന് ചെയ്ത് കൊടക്കാട്ടിക്കൊന്ന് പോയിക്കായിരുന്നു. അല്ല, ഇപ്പത്തെ കുട്ടികൾ അങ്ങനെ. ഇപ്പത്തെ മക്കള് പറഞ്ഞാല് പിന്നെ വാപ്പാന്റെ ഉമ്മാനോട് അസ്സലാമു അലൈക്കും, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവനോട് പോവാണ്ട് പോവുക. തമാശയില്ല. അങ്ങനെയാണ് ഇപ്പൊ. നിങ്ങൾക്കറിയോ, ഒരു വാപ്പ എന്നെ കാണാൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു ഉമ്മയും ഒരു വാപ്പയും ഉമ്മ പറയാ, ഉമ്മ തങ്ങളെ ഇതെന്റെ ഭർത്താവാണ്, അവരുടെ ഭാര്യയാണ്, ഞങ്ങൾ രണ്ടാളൊന്നും മരിക്കാൻ ദ്വാരിക്കോന്ന് എന്നോട് പറയാണ്. ഇതെന്റെ ഭർത്താവാണ്, മാനസിക രോഗമാണ്. എന്റെ ഭർത്താവ് ഇവിടുത്തെ മഹലിന്റെ സെക്രട്ടറിയാണ്. നാട്ടിൽ എന്ത് വിഷമങ്ങൾ വന്നാലും അവിടെ തീരുമാനിക്കലാരാ? മൂപ്പരാ. എന്നാൽ തന്റെ മകള് ഒരാളെ പ്രേമിച്ചു, അന്യ മതത്തിൽപ്പെട്ട ഒരാള്, സുബ്ഹാനല്ലാഹ്, ആകെ തളർന്നു പോയി. അങ്ങനെ ഓന് കല്യാണം ഉറപ്പിച്ചു. ഇവള് പഠിക്കുക. കാമുകനോട് പറഞ്ഞു, ജിന്റെ പെരേക്ക് വന്നു. കാമുകൻ പെരേക്ക് വന്നിട്ട്, പെണ്ണെ വാ നമുക്ക് പോകാറുണ്ട്. ഓള് തുണിയും കുപ്പായത്ത് പോയി. ആ മകളെ കാലിൽ വീണു. ആര്?
വാപ്പ. ഓള് സമ്മതിച്ചില്ല, ഓള് പോയി. എന്നിട്ട് വാപ്പാക്ക് മാനസിക രോഗമായി. അല്ലാഹു കാക്കട്ടെ. ആലോചിക്കാൻ. അങ്ങനെ തങ്ങളിപ്പാനെ കണ്ടാ പിന്നെ പോകൂല. അതാരെ റസിയ മുസ്തഫ. അങ്ങനെ ഈ പെണ്ണിപ്പോ ഒളിച്ചോടാൻ തുണിയും കുപ്പായൊക്കെ റെഡിയാക്കി വെക്കാണ്. പിന്നെ ചെറുക്കനാണെങ്കിലോ ഫോണ് വിളിക്കുന്നുണ്ട്, എത്ര സമയത്താണ് നമ്മൾ പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട്. ഇമ്മീ കുടുംബങ്ങൾ എന്താണ്, ഒരു കരയാണ്. അപ്പോഴാണ് കുടുംബക്കാര് പറഞ്ഞത് സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കാൻ കൊടക്കാട്ടൊക്കൊന്ന് പൊയ്ക്കളായിരുന്നു. ഇവിടെ വന്നിട്ട് വിഷമങ്ങൾ പറഞ്ഞു. എന്നോട് പറഞ്ഞു, എന്റെ മകള് പോകാതെ നിന്നാൽ 2 മോതിരം ഞാൻ ഇവിടുത്തെ മക്കൾക്ക് തരും. ഒന്നല്ല 2 ഇംഗ്ലീഷിൽ സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ വീട്ടിൽ വെക്കാൻ തുടങ്ങിയായിരുന്നു. എന്നാ പിന്നെ അള്ളാന്റെ ഔലിയാക്കളുടെ കയ്യും കാലും കെട്ടിരുന്ന് പറഞ്ഞേക്കണം. ഇൻഷാ അല്ലാഹ് നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് കൊടക്കാട് വന്നാൽ അങ്ങോട്ട് പോകൂല. സലീന കൊടക്കാട് വന്നാൽ പിന്നെ എവിടെ പൂടൂല. പൊന്നൂസ് എവിടേക്കും പോകൂല. കൊടക്കാടിന്റെ മണ്ണ് എത്രയൊക്കെ പവറാണ്. അള്ളാഹു ആ മണ്ണിനുള്ള ബർക്കത്ത് കേട്ടെ. അല്ല നോക്കാം നമുക്ക് നാളെ എന്ത് സംഭവിക്കും. ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, അത് മാറിക്കഴിഞ്ഞാല് അത് മാറി കൊടക്കാട് കൊടിമരത്തിന്റെ മുന്നില്. അപ്പോ ഇൻഷാ അല്ലാഹു ബർക്കത്ത് കേട്ടോ. നാളെ നമുക്ക് തങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ, ഒളിച്ചോടുന്ന നിങ്ങൾ പറയും? ഒളിച്ചോടൂല, കാരണം അപ്പൊ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം കേട്ടോ. മറ്റന്നാൾ ബുധനാഴ്ച അതിനേക്കാൾ വലിയ ഫളിലാണ്. ഒരു ചങ്ങായി ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ജയിലിൽ കിടക്കുക. അല്ലാഹു ഒരു ഫളിൽ എഴുതി വിട്ടിരുന്നു, ഞാൻ വായിച്ചിട്ടില്ല. നാളെ വായിക്കാൻ ചോദിച്ചിട്ടോ. ഇത് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇപ്പൊ സ്വലാത്തുൽ ഫാത്തിഹ ഇത്തിരി വലിയ നിഅമത്താണ് കേട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വരുന്ന അപ്പോ പോകൂല എന്നുള്ളത് എത്തിയും കുട്ടികൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 2 മോതിരം കിട്ടും. ഇത് നിങ്ങളുടെ അഭിപ്രായം പറയും? ഇവലൊക്കെ ഉറപ്പ് പറയണൊക്കെ ഉറപ്പായിട്ടും പോകൂല. ഇവലൊക്കെ ഇത്ര ഉറപ്പ് പറയണ എന്താ? നോമ്പുണ്ടോന്ന് ഒരാള്, നോമ്പ് കുറച്ച് മോൾക്ക് സഹദ് നോമ്പില്ല കട്ടിയാണ്ട് വേണ്ട, നോമ്പില്ല. ഞാൻ ചായ കുടിക്കണോ കണ്ടിക്കണേ, ചോദിക്കണോ നോമ്പില്ലേ. പിന്നെ കളവ് പറയാനും പറ്റൂലല്ലോ. മഹാനായ മുഹദ്ദീൻ ശൈഖ് തങ്ങൾ നമ്മൾ എന്ത് ഈ തലം കിട്ട് പോയാലും എന്ത് ചെയ്യരുത്, കളവ് പറയരുത്. സത്യം എന്ത് ചെയ്യണം, പറയണം. ആരെയും പേടിക്കും. നമ്മളെ ദുനിയാവിൽ എന്തിന് പടപ്പുകളെ പേടിക്കണം, പടച്ചോനെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. നോമ്പില്ല, നോമ്പില്ല, എനക്കെന്താ വെച്ച കഴിഞ്ഞില്ലേ. അപ്പൊ എന്താ ഇത്ര ആളെ മുന്നിൽ തങ്ങളിപ്പഞ്ഞ നോണ ഇല്ല മോനെ കേട്ടോ. ഷുഗർ ഇന്നലെ മിനിങ്ങാന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോ കൂടുതലാണ്, ഒരുപാട് കൂടുതലാണ്. അറിയോ? നിങ്ങൾക്കത് വാരിക്കണം.